സർക്കാർ ഇപ്പോൾ ഇന്നലെ സമയം ചോദിച്ച് 24 മണിക്കൂറിന് ശേഷം സുപ്രീം കോടതിയിൽ വന്നിട്ട് അവർക്ക് ഒരു ഉത്തരവും ഇല്ലാതായപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇന്നലെ പാസ്സാക്കാൻ പോയ ഇടക്കാല ഉത്തരവ്, ആ ഇടക്കാല ഉത്തരവ് ഞങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പാസ്സാക്കിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന എന്ന് പറയുന്നത് സർക്കാരിന് ഇതിനകത്തൊന്നും ഒരു ഉത്തരമില്ലെന്നുള്ളതാണ്. ഇന്നലെ സുപ്രീം കോടതിയിൽ വാദിച്ച ഹർജിക്കാരുടെ വാദത്തിനും അതേപോലെ തന്നെ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കും യാതൊരു ഉത്തരവുമില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഇന്ന് വന്ന ഉടനെ തന്നെ, അതായത് 5 മിനിറ്റിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പാസ്സാക്കിയേക്കുന്നത്. കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കേന്ദ്രം. കൂടുതൽ സമയം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പാസ്സാക്കി, ഇനിയിപ്പോൾ ഫർദർ ഇടക്കാല ഉത്തരവ് പാസ്സാക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു, കുറച്ച് ഡീറ്റെയിൽസ് വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സമയം ചോദിച്ചത്. പക്ഷേ ആ സമയം ചോദിച്ചതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് ഒരിടക്കാല ഉത്തരവും പാസ്സാക്കാതിരിക്കാനുള്ള ഒരു കുതന്ത്രമായിരുന്നു അത്. പക്ഷേ അത് കോടതിക്ക് മനസ്സിലായി. അപ്പോൾ സമയം കൊടുക്കുന്നതോട് കൂടി തന്നെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇടക്കാല ഉത്തരവായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ട് വഖഫ് ബോർഡിൽ നോൺ മുസ്ലിംസ് അല്ലാത്ത ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ സുപ്രീം കോടതി അനുമതി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഉത്തരവ് അനുസരിച്ചിട്ട് ഒരാളെ പോലും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ ആരും അപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും ഇനി ഒരു അപ്പോയിൻമെൻറ്റ് നടക്കില്ല. ഇനി സുപ്രീം കോടതിയുടെ ഒരു പെർമിഷൻ കിട്ടാതെ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കില്ല. ഒന്നത്. രണ്ടാമത്തത്, ഈ വഖഫ് ആയിട്ട് ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂമിയും ഒരു പള്ളിയും ഒരു കെട്ടിടവും ഇനി അത് തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് രണ്ടാമതായിട്ട് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് കളക്ടർമാരുടെ അധികാര പരിധിയും അതെല്ലാം ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇന്നലെ കോടതി പാസ്സാക്കാൻ പോയ ഒരു ഇടക്കാല ഉത്തരവിനേക്കാളും കുറച്ചും കൂടി വ്യാപ്തിയുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് പാസ്സാക്കിയിരിക്കുന്നത്. ആശ്വാസകരം എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം അവരുടെ ഒരു പെറ്റ് പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്ന ഈ ഒരു നിയമം എന്ന് പറയുന്നത് വെറും 2 മണിക്കൂറത്തെ വാദം കൊണ്ട് തന്നെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല, ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ ഇന്ന് 5 മിനിറ്റിനകം ഞങ്ങളെല്ലാം സമ്മതിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസകരമാണെന്ന് മാത്രമല്ല, ഗവൺമെന്റ് വലിയ തിരിച്ചടിയാണ്. ഈ പാർലമെന്റ് പാസ്സാക്കിയ വലിയ കാലതാമസം ഇല്ലാതെ സുപ്രീം കോടതി വിഷയം എടുത്ത് ഈ വിധത്തിലുള്ള ഒരു തിരിച്ചടി അത്യസാധാരണം കൂടിയല്ല, ഇങ്ങനെ സുപ്രീം കോടതി ഇത് പരിഗണിച്ചു എന്നുള്ളത്. അതെ, സുപ്രീം കോടതിയിൽ അവർ പിന്നെയും അത് സർക്കാർ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഒരു സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അധികാര പരിധി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിൻ്റെ വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ രീതിയിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും സ്റ്റേ ചെയ്യില്ല. പക്ഷേ ഇവിടെ അസാധാരണത്വമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് തന്നെ ആ നിയമത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധം മുഴച്ചു നിൽക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. പ്രധാനമായി 7 ദിവസം സമയം ഇപ്പോൾ കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും വരിക 7 ദിവസത്തിന് ശേഷമായിരിക്കുമോ? അങ്ങനൊരു പ്രതീക്ഷയുണ്ടോ? അതെ, ഇനിയിപ്പോൾ 7 ദിവസത്തിന് ശേഷം കോടതിയിൽ കേസ് വരുമ്പോൾ എന്തായാലും ഇടക്കാല ഉത്തരവ്, ഈ പറയുന്ന ഇടക്കാല ഉത്തരവ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ വ്യാപ്തി വലുതാക്കണോ എന്നുള്ളതായിരിക്കും കോടതി ഇനി തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് പാസ്സാക്കിയ ഉത്തരവ് ഇനിയിപ്പോൾ അടുത്ത ഹിയറിങ്ങിൻ്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി വലുതാക്കും, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യും. ഈ 5 വർഷം മുസ്ലിം ആയിരിക്കണം വഖഫ് നൽകുന്ന ആള് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഇടക്കാല ഉത്തരവിന് എൻ്റെ സബ്ജക്റ്റ് ആകുന്ന ഒരു ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് അത് ഇപ്പോൾ ഇടപെടുന്നില്ല. പക്ഷേ അന്തിമമായിട്ടുള്ള വാദത്തിൽ അതെന്തായാലും അത് പ്രതിഫലിക്കും, എന്തായിരിക്കും എന്നുള്ളത് ആ സമയത്ത് അവർ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ കോടതി പറഞ്ഞ പല കാര്യങ്ങളിലൊന്നും മാറ്റമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചിലയിൽ 3 കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ അതിനെപ്പറ്റി അല്ല, എൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാപ്തി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇന്നലത്തെ ഉത്തരവിനേക്കാളും, ഇന്നലെ അവർ പാസ്സാക്കാൻ പോയ ഉത്തരവിനേക്കാളും കൂടുതൽ വ്യാപ്തിയായി എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്നലെ അവർ പറഞ്ഞത് 2 നോൺ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വഖഫ് ബോർഡിനെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു വഖഫ് ബോർഡിനെ ഞങ്ങൾ ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അതൊരു ഉത്തരവായി മാറി. അപ്പോൾ അതായത് ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവില്ലാതെ വഖഫ് ബോർഡുകൾ തന്നെ പുനഃസംഘടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ അവർ പറഞ്ഞു കളക്ടർമാരുടെ അധികാര പരിധി, അതായത് ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു വഖഫ് ഭൂമിയുടെ അല്ലെങ്കിൽ വഖഫ് സ്വത്തിൻ്റെ ക്യാരക്ടറും സ്റ്റാറ്റസും മാറുമെന്ന് പറയുന്നത്. ആ പറയുന്ന സംഗതിയും ഇന്നിപ്പോൾ ഇത് പറഞ്ഞോടി, അതായത് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന സംഗതി, ഒരു കെട്ടിടം വഖഫായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണെങ്കിൽ അത് ഉപയോഗത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ പിന്നെ കളക്ടറിൻ്റെ അധികാര പരിധിയും അവിടെ വെട്ടിക്കുറക്കുകയാണ്. ഇന്നലെ വലിയ ആശങ്കകൾ ചില കാര്യത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അതെ അതെ, ആ ആശങ്കകൾ ആ ആശങ്കകളാണ് ഇന്ന് ഉത്തരവോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റേറ്റ്മെൻ്റായിട്ട് വന്ന് ഇന്ന് ഉത്തരവിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ആശങ്കകൾ അവസാനം സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിൽ പ്രകടമാക്കി അത് ഈ പറയുന്ന ഈ വകുപ്പുകൾ, നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണവരെ നമുക്ക് ഈ നിയമയുദ്ധം തുടരേണ്ടി തന്നെ വരും. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി, ഈ ഇടക്കാല ഉത്തരവ് ഇന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇവർ കൂടുതൽ സമയം കേന്ദ്രം ആവശ്യപ്പെട്ടത്? തീർച്ചയായിട്ടും സാധാരണ നമ്മൾ കോടതിയിൽ കാണിക്കുന്ന, ഈ കോടതിയിൽ ആവശ്യപ്പെടുന്ന നമ്മൾക്കറിയാവുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഇതെല്ലാം. കാരണം ഞങ്ങളെ കേൾക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി സത്യവാങ്മൂലപ്രകാരം എഴുതാതെ നിങ്ങളൊരു തീരുമാനം എടുക്കരുത്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൽ ഒരു രീതിയിലുള്ള സ്റ്റേ കൊണ്ടുവരുത് എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി കോടതി രണ്ടാമതൊരു വീണ്ടും വിചാരം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതെല്ലാം ചോദിക്കുന്നത്. പക്ഷേ കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ, ഇതിപ്പോൾ ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് വഖഫ് ഭൂമികളുടെ അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ ക്യാരക്ടറുകൾ തന്നെ മാറ്റിയ വഖഫ് സ്വത്തുക്കൾ അല്ലാണ്ടാക്കാനുള്ള ഭീകരമായിട്ടുള്ള വകുപ്പുകൾ ഈ നിയമത്തിലുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവുണ്ടായത്. ഈ മുനമ്പത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പോയിട്ട് ഈ ആദ്യം പറഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ നിങ്ങൾക്ക് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ വരെ പോയി മാത്രമേ ഒരുപക്ഷെ നീതി ലഭിക്കുകയുള്ളൂ എന്നും, പിന്നീട് അതിൻ്റെ ഒരു പ്രത്യാഘാതം മനസ്സിലായപ്പോൾ പിന്നീട് അത് കുറച്ചുകൂടെ ഇത് മയപ്പെടുത്തി പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ ഈ മുനമ്പവുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? അല്ല, മുനമ്പവുമായിട്ട് ഈ പുതിയ നിയമത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം നിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും BJP നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുനമ്പത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരുപാട് നിയമവ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. ആ വ്യവഹാരങ്ങളുടെ പരിഹാരത്തോടു കൂടി തന്നെ അത് ശാശ്വത പരിഹാരമായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗം കോഴിക്കോട് വിളിച്ചു ചേർത്തി 1, 2, 3 പ്രാവശ്യം വിളിച്ചു ചേർത്തി അവിടെ ഒരു സമന്വയം ഉണ്ടാക്കി അവിടെ താമസിക്കുന്ന ഒരാൾ പോലും പുറത്തേക്ക് വിടരുത് എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് ആ തീരുമാനം വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ പോയി നമ്മൾ അറിയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഒരു പരിഹാരം കാണേണ്ട ഒരു വിഷയത്തിലാണ് ഇത് പുതിയ നിയമം കൊണ്ടുവന്നാൽ മുനമ്പത്തിൻ്റെ ആ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിജിജു അവിടെ പോയി പറഞ്ഞപ്പോൾ തന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾ വെറുതെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോഴും നമ്മളുടെ ഹർജിയിൽ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, മുനമ്പം വിഷയത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF പ്രതിജ്ഞാബദ്ധരാണ്, അതിന് മുന്നിൽ തന്നെ നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്.